ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരുമ്പോൾ എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ അലീനെ അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഹരിശങ്കർ, അമ്മ കമലയൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വൈജയന്തി ആശുപത്രിയിലാണല്ലോ, അതുപോലെ തന്നെ ബാലചന്ദ്രൻ അവിടെയാണല്ലോ. അപ്പോൾ ഈ സമയം കൊണ്ട് എങ്ങനെയെങ്കിലും അലീനെ ഇവിടെ നിന്ന് പുറത്താക്കാം എന്നുള്ള ഒരു ഗൂഢാലോചന അവർ നിൽക്കുകയാണ്. അപ്പോൾ അതിനെ കൂട്ടായിട്ട് നമ്മുടെ ബബിതയും രോഹിത്തും നിൽപ്പുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും കൃഷ്ണജി ഇവിടെ നിന്ന് ഒഴിവാക്കണം, ഇല്ലെങ്കിൽ അവൾ ഈ കാര്യങ്ങളൊക്കെ അച്ഛനെ വിളിച്ച് പറയും. അതുകൊണ്ട് അത് ബുദ്ധിപൂർവ്വം ചെയ്യണമെന്ന് കരുതി നമ്മുടെ രോഹിത്ത് കൃഷ്ണജയം കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അപ്പോൾ എന്നിട്ട് വഴിയെല്ലാം ചുറ്റിച്ച് പതുക്കെ പോവുകയാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് ഹരിശങ്കറും കമലയും കൂടി ചേർന്ന് അലീനയെ പിടിച്ച് വലിച്ച് വെളിയിൽ കൊണ്ടാക്കുകയാണ്. അപ്പോൾ ഹരിശങ്കർ ഒരുപാട് ഉപദ്രവിക്കാനൊക്കെ നോക്കും, പക്ഷേ അലീന അതിനെല്ലാം എതിർക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവിടെ ഒരു കുപ്പി ഇരിക്കുക, അതിനെ അടിച്ച് പൊട്ടിച്ചിട്ട് പറയും, നീ എൻ്റെ മേഘത്ത് തൊടുകയോ എന്നെ എന്തെങ്കിലും ഉപദ്രവിക്കുകയോ ചെയ്താൽ ഞാൻ ഇത് കുത്തി കയറ്റുമെന്ന് പറയുകയാണ്. അപ്പോൾ എൻ്റെ സ്വന്തം വയറ്റിൽ കുത്തി കയറ്റാൻ മടിയില്ലാത്തവളാണ് ഞാൻ, അപ്പോൾ നിന്നെ എനിക്ക് കുത്തിക്കയറ്റാൻ ഒരു മടിയില്ല എന്ന് അലീന പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് ഒന്ന് ഹരിശങ്കർ പേടിക്കുമെങ്കിലും കമല എല്ലാവരും കൂടി ചേർന്ന് അലീനയെ പിടിച്ച് പുറത്താക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശിവേട്ടൻ വരികയാണ്. എന്നിട്ട് പറയുകയാണ്, നീ എങ്ങോട്ടെന്ന് വെച്ചാൽ പൊയ്ക്കോണം, ഇനി അവരുടെ ജീവിതത്തിൽ ഒരു ശല്യമായി നീ ഒരിക്കലും ഉണ്ടാകരുതെന്ന് പറയുകയാണ്. എന്നിട്ട് ഹരിശങ്കറിനോട് ബബിതയെ പറയുകയാണ്, നിങ്ങൾ ഇവിടെ അവിടെ പാല ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കും, അവിടെ നിന്ന് ഇവൾ എവിടെയെങ്കിലും കയറി പൊയ്ക്കോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവളെ ബസ് സ്റ്റോപ്പിലോട്ട് കൊണ്ടാക്കുകയാണ്. എന്നിട്ട് കമല പറയുകയാണ്, ഇവളെ ഇപ്പോഴെങ്കിലും ഇവിടെ നിന്ന് പിടിച്ച് മാറ്റാൻ പറ്റില്ല, ഇത് തന്നെ വളരെ ഭാഗ്യമെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ ബുദ്ധിപൂർവ്വം ഈ സമയത്ത് തന്നെ കളിച്ചത് വളരെ നന്നായെന്നൊക്കെ കമല പറയുകയാണ്. പക്ഷേ നമുക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ബാലചന്ദ്രൻ ഇത് അറിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുന്നുള്ള, അവനോട് പോകാൻ പറയും. നമ്മളെ കുടുംബത്തിലെ കാര്യം നമ്മൾ തന്നെ മുൻകൈ എടുത്ത് എല്ലാം ഒത്തുതീർപ്പാക്കണം, അതേ നമ്മളിവിടെ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കമല പറയുകയാണ്. അലീന അവിടെ നിന്ന് നേരെ ദേവിമാത ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്. അപ്പോൾ വൈജയന്തി ഒന്ന് കാണാൻ, തൻ്റെ സ്വന്തം അമ്മയാണല്ലോ, ഒന്ന് കാണാൻ പറ്റിയെങ്കിൽ മതിയെന്നുള്ള ആഗ്രഹത്തോട് പോവുകയാണ്. എന്നിട്ട് തിരിച്ച് എറണാകുളത്തോട്ട് പോകാമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ മനുശങ്കർ ബാലചന്ദ്രൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് എല്ലാവരോടും സംസാരിക്കുക, അവിടെ അച്ഛനും അമ്മയും എല്ലാം ഉണ്ട്. അപ്പോൾ മനുവിന് എന്തോ ഒരു പന്തികേട് തോന്നുന്നു. അപ്പോൾ അലീന എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന എവിടെയാണെന്ന് നമുക്കറിയില്ല എന്നൊക്കെ കമല പറയുകയാണ്. അപ്പോൾ എന്നിട്ട് കുറേ കഴിഞ്ഞ് മനു അവിടെ റൂമിൽ ചെന്ന് നോക്കിയാണ്. അപ്പോൾ അവിടെ കുപ്പിച്ചില്ലൊക്കെ കിടക്കുന്ന കണ്ടപ്പോൾ മനുവിന് കാര്യം മനസ്സിലായി, എന്തോ അപകടം മണത്തിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ എന്താണ് അലീന ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല, അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്, അപ്പോൾ പാല ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കിയിട്ടുണ്ടെന്ന് ശിവൻ പറയുകയാണ്. ഓക്കെ, എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ ബാലചന്ദ്രൻ അങ്കിൾ അറിഞ്ഞ് എന്തൊക്കെ പുകിലുണ്ടാവും നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുക. അതൊന്നും നമുക്കറിയില്ല, നമുക്ക് നമ്മുടെ സഹോദരി അവളുടെ കുടുംബ ജീവിതമാണ് വലുതായതിന് ഒരു തടസ്സമായി നിൽക്കുന്ന അലീനയാണ്, അതുകൊണ്ട് നമ്മൾ അവളെ ഒഴിവാക്കിയെന്ന് ശിവൻ പറയുകയാണ്. ഹോസ്പിറ്റലിലെത്തിയ അലീന നേരെ ബാലചന്ദ്രനെ ചെന്ന് കാണുകയാണ്. അപ്പോൾ എന്താണ് മോളെ, നീ പെട്ടിയും കിടക്കയായിട്ടെല്ലാം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. അച്ഛൻ ഞാൻ എറണാകുളത്തോട്ട് പോവുകയാണ്, എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ വയ്യെന്ന് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, പോകാനുള്ളവർക്കേ പൊയ്ക്കോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഐസിയുവിൽ തന്നെയാണ്, ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നിനക്ക് എന്താണ് ഇപ്പോൾ പെട്ടെന്ന് പോകണമെന്നുള്ളൊരു ചിന്ത വന്നതെന്ന് ചോദിക്കുകയാണ്. അതൊന്നുമില്ല അച്ഛാ, എനിക്ക് പോകണമെന്ന് തോന്നി, അങ്ങനെ ഞാൻ പോകുന്നതേ ഉള്ളൂ എന്ന് അലീന പറയുകയാണ്. അപ്പോൾ പോകുന്നവരൊക്കെ പൊയ്ക്കോളൂ, നിനക്കിവിടെ ആരുമില്ല, നീ അനാഥയാണ്, അനാഥാലയത്തിൽ വന്നാൽ അനാഥാലയത്തിൽ തന്നെ പൊയ്ക്കോളൂ എന്ന് പറയണം. എന്നിട്ട് ബാലചന്ദ്രൻ വിഷമിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അലീന മറുപടി ഒന്നും പറയാതെ തിരിച്ചിറങ്ങി പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഹോസ്പിറ്റലിൽ വെച്ച് മനുവിനെ കാണുകയാണ്. അപ്പോൾ മനു അലീനയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന്, നിന്നെ അവിടെ നിന്ന് അടിച്ചിറക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. നിനക്ക് ഒരു വാക്ക് എന്നോട് വിളിച്ച് പറയാമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് പറയേണ്ടത്, എൻ്റെ ഫോണെല്ലാം ബബിത പിടിച്ചു വാങ്ങിയെന്ന് പറയുകയാണ്. എന്തായാലും നീ ഇവിടെ നിൽക്കുക, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയുകയാണ്. എന്നിട്ട് മനു ചെന്ന് ബാലചന്ദ്ര അങ്കിളിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയാണോ സംഭവം ചോദിക്കുകയാണ്. അപ്പോൾ അലീനെ അങ്ങ് വിളിക്കാൻ പറയുകയാണ്. അപ്പോൾ നീ എന്നോട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ, അപ്പോൾ നീ ഒരു കാര്യം ചെയ്ത് നമുക്ക് ഇപ്പോൾ തന്നെ വീട്ടിൽ പോകാമെന്ന് പറയുകയാണ്. എന്നിട്ട് അലീനയും ബാലചന്ദ്രനും കൂടി ചേർന്ന് ഒരുമിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ബാലചന്ദ്രൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ കമലയും ശിവേട്ടനും നമ്മുടെ ഹരിശങ്കറും എല്ലാവരും നിൽപ്പുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും വളരെയധികം സന്തോഷത്തിൽ നിൽക്കുകയാണ്. പക്ഷേ അലീനെ പുറത്ത് നിർത്തിയ ശേഷമാണ് ബാലചന്ദ്രൻ അകത്ത് കയറിയത്. അപ്പോൾ എന്നിട്ട് അലീന എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ബാലചന്ദ്രൻ എന്താണ് വേണ്ടത്, എന്താണെങ്കിലും ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയുകയാണ് കമല. അപ്പോൾ എനിക്ക് രസഗുള വേണം, ഉണ്ടാക്കി തരാൻ പറ്റുമെന്ന് ചോദിക്കും. രസഗുള അതെന്താണെന്നൊക്കെ കമല ചോദിക്കുകയാണ്. അലീനെ വിളിക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ ബബിത പറയുകയാണ്, അലീന ഇവിടെ നിന്ന് പോയെന്ന് പറയുകയാണ്. ഇവിടെ നിന്ന് പോയോ, അതോ നിങ്ങൾ ഇറക്കി
ഇറക്കി വിട്ടുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ശിവൻ പറയുകയാണ്, ഞങ്ങൾ അലീനെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചിട്ടുണ്ട്, അവൾ ഇനി വീട്ടിൽ വേണ്ട, ഇതെൻ്റെ സഹോദരി താമസിക്കേണ്ട വീടാണ്, ഇവിടെ ഇനി അവൾ വേണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഉറക്കെ അലീന കയറി വാന്ന് പറയുകയാണ്. അങ്ങനെ അലീന പെട്ടിയും കിടക്കുകയും എല്ലായിട്ട് കയറി വരികയാണ്. അപ്പോൾ അലീന കാണുന്നത് എല്ലാവരും കൂടെ അന്തം വിടുകയാണ്. അപ്പോൾ ശിവേട്ടൻ താഴോട്ട് ഇറങ്ങി വരികയാണ്. നീ എന്ത് വിഡിത്തരമാണ് കാണിച്ചത്, ഇവളെ ഇറക്കി വിട്ടില്ല, പിന്നെ നീ എന്തിനാണ് കയറ്റിയെന്ന് ചോദിക്കണം. ഇത് എൻ്റെ വീടാണ്, ഇവിടെ ആരൊക്കെ താമസിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്, അല്ല നിങ്ങളല്ല എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. എന്നിട്ട് അലീനയോട് പറയുകയാണ്, നീ പെട്ടിയും കിടക്കുകയും എല്ലാം കൊണ്ട് നിൻ്റെ റൂമിൽ വെച്ചിട്ട് ഒരു തുറപ്പ് എടുത്തുകൊണ്ട് വരാനായിട്ട് പറയുകയാണ്. എന്നിട്ട് അലീന തുറപ്പ് എടുത്തുകൊണ്ട് വരിക. എവിടെയാണ് അച്ഛാ തൂക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഒരിടവും തൂക്കേണ്ടത്, നീ ഇങ്ങനെ തന്നാൽ മതിയെന്ന് പറയുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുകയാണ്, ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് എല്ലാം ഉറങ്ങിക്കൊള്ളണം എന്ന് പറയുകയാണ്. അപ്പോൾ ശിവേട്ടൻ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ, ഇത് എൻ്റെ സഹോദരിയുടെ വീടാണ്, അവളെ മക്കളും താമസിക്കേണ്ട വീടാണ്, ഈ അലീനയുടെ പ്രശ്നത്തിൽ ഒരു തീരുമാനമായ ശേഷമേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്ന് പറയുകയാണ്. എങ്കിൽ അങ്ങനെയാണോ ചോദിക്കുകയാണ്. നിങ്ങളാണോ അലീനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതെന്ന് പറഞ്ഞ് കമലയുടെ നേരെ തിരിയുകയാണ് ബാലചന്ദ്രൻ. എന്നിട്ട് കമലയെ തുറപ്പിട്ട് അടിക്കാനായിട്ട് പോവുകയാണ്. നിൻ്റെ വിളച്ചിലൊന്നും ഇവിടെ എടുക്കരുത്, അതൊക്കെ നിങ്ങൾ കൈതയ്ക്കൽ കുടുംബത്ത്, ഇവിടെ വേണ്ടെന്ന് പറയുകയാണ്. എന്നിട്ട് കമലയെ അടിക്കാനായിട്ട് പോവുകയാണ്. കമല അന്തം വിട്ട് ഓടി വെളിക്ക് പുറത്തോട്ട് ഇറങ്ങി ഓടുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഹരിശങ്കർ ബാലചന്ദ്രൻ അടിക്കാനായിട്ട് വരികയും ഹരിശങ്കറിനെ ഒറ്റ അടി വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ ഹരിശങ്കർ വന്ന് വീഴുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ശിവേട്ടൻ പറയുകയാണ്, നീ ആരോടാണ് കളിക്കണമെന്ന് എനിക്കറിയില്ല എന്ന് പറയുകയാണ്. ആരോ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്, നിങ്ങളാണ് വലിഞ്ഞു കയറി വന്നത്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് എല്ലാണോ ഇറങ്ങിക്കൊള്ളണമെന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കഞ്ഞിയും വെള്ളവും കുടിച്ച് നടന്നവനല്ലേടാ നീ എന്നൊക്കെ ശിവേട്ടൻ ചോദിക്കുകയാണ്. അതെ, ഞാൻ കഞ്ഞിയും എല്ലാം അവിടെ നിന്ന് എന്നെ കഴിച്ച് ജീവിച്ചത്, പക്ഷേ നിങ്ങളുടെ അനിയത്തിയുടെ വിഴുപ്പ് ഞാൻ എത്ര കൊല്ലമാണ് ചുമന്നതെന്ന് ചോദിക്കുക. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുന്ന എല്ലാ കാര്യങ്ങളും വിശദമാണെന്ന് സുനന്ദേച്ചിയുടെ വീട്ടിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ശിവേട്ടൻ ഒന്നും മിണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിപ്പോയിക്കുകയാണ്, പക്ഷേ ഇതിനൊരു തിരിച്ചടി നീ പ്രതീക്ഷിച്ചു എന്ന് ശിവേട്ടൻ പറയുകയാണ്. എന്നിട്ട് ബബിതയോട് രോഹിത്തിനോട് പറയുകയാണ്, മക്കളെ നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട, എൻ്റെ കൂടെ വരാനായിട്ട് നമുക്ക് അവിടെ തറവാട്ടിൽ നിൽക്കാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്നത് രോഹിത്തും ബബിതയും വെട്ടി സാധനങ്ങളൊക്കെ ആയിട്ട് അവരുടെ കൂടെ ഇറങ്ങുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ രണ്ടുപേരെയും വിളിച്ചിട്ട് പറയുകയാണ്, അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വളരെയധികം വിഡ്ഢിത്തരമാണ്, നിങ്ങൾ ഇവിടെ വിട്ടു പോയാൽ പിന്നെ നിങ്ങളുടെ ഒരു കാര്യങ്ങളും ഞാൻ നോക്കിയില്ല, അതുകൊണ്ട് വളരെ ആലോചിച്ചിട്ട് വേണം പോകാനെന്ന് പറയുകയാണ്. അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവരുടെ കൂടെ പോവുകയാണ്. അപ്പോൾ അവർ പോയി കഴിഞ്ഞ ശേഷം അലീന ചോദിക്കുകയാണ്, അച്ഛനെ അവരെ തടഞ്ഞൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുക. ഞാൻ തടയാത്ത വേറൊന്നും കൊണ്ടല്ല, അവർ പോയി അവരുടെ പാഠങ്ങൾ പഠിക്കണം, പഠിച്ച ശേഷം മാത്രം തിരിച്ചു വരണം, എങ്കിലേ അവർക്ക് നല്ലൊരു ജീവിതം കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്